ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായിട്ടുള്ള കാര്യത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിജയ തോമസ് സാർ നമ്മളോട് ഫോറിൻ എക്സ്ചേഞ്ച് മെക്കാനിസം എന്താണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത്, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും സാർ വളരെ കൃത്യതയോടുകൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇന്ന് അതിന്റെ മെക്കാനിസം, എങ്ങനെയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷയം സാർ നമ്മൾ സംസാരിക്കും. യു ആർ വെൽക്കം സർ. ഓക്കെ. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മുടെ ഉലയന്നാൻ സാർ പറഞ്ഞ പോലെ നമ്മൾ ഏതാണ്ട് സമാന പ്രായക്കാരായ ആൾക്കാർ വീണ്ടും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചു കൂടുന്നത് തന്നെ നമ്മുടെ ആശയങ്ങളൊന്ന് പങ്കുവെക്കാനായിട്ട് വളരെ നല്ല ഇതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ ഒരു തുടർച്ചയാണ്. അതിനകത്ത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്താന്ന് നോക്കി, റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കി, പിന്നെ കുറെ ടേംസ് നമ്മൾ നോക്കി. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, അതിനെപ്പറ്റിയും പറഞ്ഞ്, പിന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഫോറിൻ ഫണ്ടുകൾ കൊണ്ടുള്ള നമ്മുടെ നിക്ഷേപ പദ്ധതികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു കാര്യം. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഞാൻ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്, ബാങ്കിലായാലും അത് നമുക്ക് എങ്ങനെ ഇത് അതിന്റെ ആ അക്കൗണ്ടിങ് ഇഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റിയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഇടപാടുകൾ രണ്ട് രീതിയിലാണ്. ഒന്നിന്റെ പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവേർഡ് റെമിറ്റൻസ്. ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വേറൊരു രാജ്യത്തുനിന്ന് ഒരു ഫണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരും, അത് വന്ന് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു. ആ അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. That is, it's a transfer of money from abroad to India to an account, bank account. That is called inward remittance. അതായത് നമ്മുടെ സാധാരണ അക്കൗണ്ടിൽ വേറൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പൈസ ഇങ്ങോട്ട് അയക്കുന്നു, അത് നമ്മുടെ രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഒരു ഇടപാട്. അതിന് പകരം ഇത് എബ്രോഡിൽ നിന്ന് ഫണ്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നു. അതിനെ ഫോറിൻ ഇൻവേർഡ് റെമിറ്റൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവേർഡ് റെമിറ്റൻസ്. ഈ ഇൻവേർഡ് റെമിറ്റൻസ് വരുന്ന രണ്ട് രീതിയിൽ വരാം. ഒന്ന്, വരുന്നത് തന്നെ ഇന്ത്യൻ റുപ്പിയിൽ വരും. മറ്റൊന്ന്, അവിടുന്ന് നേരിട്ട് ഫോറിൻ കറൻസിയിൽ തന്നെ വരും. ഈ രണ്ട് മെത്തേഡിൽ ഇങ്ങോട്ട് ഫണ്ടുകൾ വരാം. അപ്പൊ ഇതിന്റെ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഫണ്ട് റുപ്പിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നില്ല. വിദേശത്ത് നിന്ന് അവര് തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ കറൻസിയെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പി ആക്കിക്കൊണ്ട് അവിടെ ഇങ്ങോട്ട് അയക്കും. ഈ മെത്തേഡ് കൂടുതൽ ഉപയോഗിക്കുന്ന ഗൾഫ് കൺട്രിയിൽ നിന്ന് ഫണ്ട് വരുമ്പോൾ. കാരണം ഗൾഫ് കൺട്രികളിൽ ധാരാളം എക്സ്ചേഞ്ച് കമ്പനീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ബാങ്കുകൾ തന്നെ പലരും വിദേശത്ത് ഗൾഫ് കൺട്രീസിൽ പല എക്സ്ചേഞ്ച് കമ്പനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ എക്സ്ചേഞ്ച് കമ്പനീസിനെല്ലാം ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് ഇവിടെയുള്ള അക്കൗണ്ടിന്റെ പേരാണ് ഓസ്ട്രോ അക്കൗണ്ട്. അവർക്കെല്ലാം ഇന്ത്യയിൽ ഓസ്ട്രോ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ ഓസ്ട്രോ അക്കൗണ്ടിലേക്ക് വഴിയാണ് അവർ ആ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പൊ അവിടുത്തെ റിയാൽ ആണെങ്കിൽ റിയാല്, അല്ലെങ്കിൽ ദീർഘമാണെങ്കിൽ ആ ദീർഘം അവരവിടുന്ന് തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ റുപ്പിയാക്കി ഈ ഓസ്ട്രോ അക്കൗണ്ടിൽ കൂടെ, ഈ ഓസ്ട്രോ അക്കൗണ്ട് വഴി ഒരു NEFT അല്ലെങ്കിൽ RTGS ആയിട്ട് ഈ ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യും. ഇങ്ങനെ റെമിറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അതിനൊരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. ഈ ഫോറിൻ എക്സ്ചേഞ്ച് നടന്നത് വിദേശത്ത് തന്നെയാണ്. അതാണ് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ നമുക്ക് ഫണ്ട് വന്നാലുള്ള പ്രോസസ്സ്. ഇനി രണ്ടാമത്തതാണ്, അത് നമുക്ക് ഫോറിൻ കറൻസി തന്നെ പറയാം. ചില രാജ്യങ്ങൾക്ക് അവർക്ക് അവരുടെ കറൻസിയോ ഇങ്ങോട്ട് വിടുകയോ അല്ലെങ്കിൽ US ഡോളറിൽ അയക്കുകയോ ചെയ്യും. പക്ഷേ സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും അങ്ങനെ വരില്ല. അവരുടെ USD കൺവേർഷൻ അവിടെ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അവിടുന്ന് റുപ്പിയായിട്ട് തന്നെ വരുള്ളൂ. മറ്റേ UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും അത് ഡോളറായിട്ടും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ ഈ ഡോളർ ഫണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടും. ആ സ്വിഫ്റ്റ് മെസ്സേജിൽ പറയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര US ഡോളർ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നമുക്ക് മെസ്സേജ് കിട്ടും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് വിദേശത്തുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ അന്ന് പണ്ടു, ദാറ്റ് ഈസ് നോസ്ട്രോ അക്കൗണ്ട്. ആ നോസ്ട്രോ അക്കൗണ്ടിലേക്ക് അത്രയും ഫണ്ട് വന്നിട്ടുണ്ട്. ആ ഫണ്ടിനെ ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ ഒരു കൺട്രോളിംഗ് ഓഫീസ് എല്ലായിടത്തും മെയിൻ സെന്ററുകളിൽ കാണും. അതിനെ മിക്കവാറും ബാങ്കുകൾ ഫോറിൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇങ്ങനെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞ് മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും കൊച്ചിയിൽ ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഇതിന്റെ ഇന്റിമേഷൻ വരുന്നത്. അവർ ബ്രാഞ്ചിനെ അറിയിക്കും. ബ്രാഞ്ചിനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഈ കസ്റ്റമറോട് ചോദിക്കും, നിങ്ങൾ ഈ ഫോറിൻ കറൻസി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവരത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പി ആക്കാനാണെങ്കിൽ അപ്പോൾ ബ്രാഞ്ച് ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യണം. ഒരു ബൈയിങ് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ റിപ്പോർട്ട് വെച്ച് അവര് ആ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഈക്വലന്റ് ആയ റുപ്പി നമ്മുടെ ബ്രാഞ്ചിലേക്ക് അയക്കും. ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ബ്രാഞ്ചിന് ആ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്യാം. എന്നിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ ഇതാണ്. ആ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് തന്ന റേറ്റ് വെച്ചുള്ള തുക കണ്ടെത്തിയ ശേഷം ആ തുകയ്ക്ക് ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്നു. കമ്മീഷൻ വേണമെങ്കിൽ കമ്മീഷൻ എടുക്കുന്നു. കമ്മീഷൻ എടുത്താൽ അതിന് GST ഉണ്ടാവും. GST എടുക്കും. ഇത് ഈ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, GST ഇത് അതിൽ നിന്ന് കുറവ് ചെയ്ത ശേഷം ബാക്കി നെറ്റ് എമൗണ്ട് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള നെറ്റ് എമൗണ്ട് ആയിരിക്കും ഈ പാർട്ടിയുടെ അക്കൗണ്ടിൽ. അപ്പൊ ഈ ഫോറിൻ കറൻസിയിൽ വന്നു കഴിഞ്ഞാലുള്ള ബെനഫിറ്റ്, സപ്പോസ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇന്ന് വളരെ താഴെയാണെന്ന് വിചാരിച്ചു, അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ, ആ ട്രെൻഡ് എങ്ങനെയാണെങ്കിൽ നമുക്ക് 2, 3, 4, 5 ദിവസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് റേറ്റ് കൂടുന്ന ദിവസം നമുക്ക് നോക്കിയിരുന്നു കൊണ്ട് ആ ദിവസം ഈ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പയറബിളി ബെറ്റർ എമൗണ്ട് റുപ്പി നമ്മുടെ അക്കൗണ്ടിൽ വരും. അതാണ് ഫോറിൻ കറൻസിയിൽ വന്നാൽ ഉള്ള ഒരു ബെനിഫിറ്റ്. നേരെ മറിച്ച് ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന വിദേശത്ത് തന്നെയാണ്. നമുക്കതിനകത്ത് റോളില്ല. അവരത് കൺവേർട്ട് ചെയ്ത് കഴിയും. ഈ ഒരു വ്യത്യാസം, ദാറ്റ് ഈസ് ഇൻവേർഡ് റെമിറ്റൻസ്. ഈ ഇൻവേർഡ് റെമിറ്റൻസ് ആണ്
നമുക്ക് നടക്കുന്നത്. ഓക്കെ, ഈ ഇൻവേർഡ് റെമിറ്റൻസിൽ നമുക്ക് റേറ്റ് അവരെങ്ങനെയാ തരുന്നുള്ള പറഞ്ഞ് അത് ഞാൻ ഇനി താഴെ വേറെ പറയും. ഓക്കെ, അതിനെപ്പറ്റി പറയാം. അടുത്ത വേറൊന്നാണ് ഔട്ട്വേർഡ് റെമിറ്റൻസ്. അതായത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് വിദേശത്തേക്ക് പണം അയക്കാം. വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ നമ്മുടെ റുപ്പിയായിട്ട് അങ്ങ് അയച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യവും അംഗീകരിക്കില്ല. അപ്പോൾ അതിനെ ആ രാജ്യത്തിന്റെ കറൻസി ആയിട്ട് അതിനെ മാറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഔട്ട്വേർഡ് റെമിറ്റൻസ്, ഔട്ട്വേർഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ്. അതിനാണ് ഈ ഔട്ട്വേർഡ് റെമിറ്റൻസ് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, പിള്ളേർ വല്ലതും പഠിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പിള്ളേർക്കെല്ലാം ഇപ്പം വിദേശത്ത് പോയി പഠിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യം. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. അപ്പം ട്യൂഷൻ ഫീ അയക്കാന്നുള്ള ഇപ്പോഴത്തെ ഒരു മഹാ ഇതാണ്. അപ്പോൾ ട്യൂഷൻ ഫീസ് നമുക്ക് അയക്കാം. മറ്റൊന്ന്, അവിടെ പഠിക്കുന്ന പിള്ളേർക്കുള്ള ലിവിങ് എക്സ്പെൻസ്, അതിനുള്ള തുക വേണമെങ്കിൽ അത് അയക്കാം. പിന്നെ വല്ലവരും ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ അതിന്റെ മെഡിക്കൽ എക്സ്പെൻസ്, അതിനുള്ള തുക നമുക്ക് അയക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അമേരിക്കയെല്ലാം ചീത്ത പറയുമെങ്കിലും അവരെല്ലാം ട്രീറ്റ്മെന്റിന് പോകുന്നത് എവിടെയാ? മിക്കവാറും അമേരിക്കയില. അത് LDF-കാരായാലും കൊള്ളാം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആൾക്കാരായാലും കൊള്ളാം, എല്ലാവരും അവസാനം പോകുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിന്റെ കാശ് വേണ്ടി വരും, അത് അയക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ എന്തെങ്കിലും വിദേശത്ത് ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബുക്കുകൾ പർച്ചേസ് ചെയ്യുകയാണ്, അതിനുള്ള പേയ്മെന്റ് നടത്തണമെങ്കിൽ അതിന് നമുക്ക് ഔട്ട്വേർഡ് പേയ്മെന്റ് നടത്തേണ്ട ആവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് ഔട്ട്വേർഡ് റെമിറ്റൻസ് പെർമിറ്റ്. ഔട്ട്വേർഡ് റെമിറ്റൻസ് നമുക്ക് പെർമിറ്റ് ചെയ്യുന്നതിന് തുകയ്ക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം അയക്കാവുന്നത് 10 ലക്ഷത്തിനകത്ത്, അല്ലെങ്കിൽ USD 250 പെർ കലണ്ടർ ഇയർ. ആ ലിമിറ്റ് വരെ ഒരാൾക്ക് അയക്കാൻ പറ്റും. അതിൽ കൂടുതൽ അയക്കണമെങ്കിൽ അതിന് പ്രത്യേകം റിസർവ് ബാങ്കിന്റെ പെർമിഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിനുള്ള സ്പെസിഫിക്കൽ പെർമിറ്റഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ അത് അയക്കാം. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് അയക്കാം. പക്ഷേ അയക്കാവുന്ന ഇത്രയാന്നുള്ള ഒരു സ്റ്റിപ്പുലേഷൻ ഇല്ല. ആ ഗിഫ്റ്റ് പെർമിറ്റഡ് ഗിഫ്റ്റുകൾ അയക്കാം, ഗിഫ്റ്റുകളും അയക്കാം മാഡം. അതാ ഞാൻ പറഞ്ഞു, കുറെ പറഞ്ഞിട്ട് എക്സെട്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അതാ. അങ്ങനെ ചില എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ഒന്നും നമുക്ക് പറ്റില്ല, പക്ഷെ ഗിഫ്റ്റുകൾക്കും പറ്റും, അതിനും പറ്റുന്ന. ഓക്കെ, പിന്നെ ഇതിന് അങ്ങോട്ട് അയക്കണതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കും. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ റിസർവ് ബാങ്കിന്റെ ഫോമാണ്. ആ ഫോമിന്റെ പേരാണ്, അങ്ങോട്ട് ഫണ്ട് അയക്കുന്നതിനുള്ള ഫോമിന്റെ പേരാണ് A2 എന്ന് പറയും. നമ്മൾ സാധാരണക്കാർ അയക്കുന്ന ഫണ്ടിന്റെ പേരാണ് A2 ഫോം അയക്കും. നേരെ മറിച്ച് എന്തെങ്കിലും സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അയക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് A1 ഫോം. ഓക്കെ, അതാണ് A1ഉം. ഇത് സാധാരണ അല്ലാത്ത ഒരെണ്ണത്തിനെല്ലാം അയക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോം A2. ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങോട്ട് ഫണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പർച്ചേസ് റിപ്പോർട്ട് ചെയ്തത്, ഇത് അങ്ങോട്ട് അയക്കുന്നതിന് നമ്മൾ US ഡോളറാണ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഫോറിൻ കറൻസി അയക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഫോറിൻ കറൻസി വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ആ ബാങ്ക് അത് നമുക്ക് സെല്ല് ചെയ്യണം. അപ്പൊ സെല്ല് ചെയ്യുമ്പോൾ തരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെല്ലിങ് റേറ്റ്. അപ്പൊ നമ്മൾ അവരുടെ രീതിയിൽ വേണം ഇതിനെല്ലാം ചെയ്യാൻ. നമ്മളൊരു സെയിൽസ് റിപ്പോർട്ട് ചെയ്യും. സെയിൽസ് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് അവരൊരു റേറ്റ് തരും. ആ റേറ്റ് വെച്ച് ഈ പാർട്ടിയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തിട്ട് ആ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിൻ്റെ തുക അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് അവരാ തുക അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് റെമിറ്റൻസ് പ്രോസസ്. ഇനി ഇത് കൂടാതെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന് നമ്മുടെ ഷെയർ ട്രേഡിംഗ് പോലുള്ള സ്പെക്കുലേഷൻ ബിസിനസ്സുകളുണ്ട്.
അത് ആർക്കും ചെയ്യാവുന്നതാണ്. ഒരു സ്പെക്കുലേഷൻ നടക്കും. ഈ സ്പെക്കുലേഷന് വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. നമ്മുടെ ജിയോജിത്ത് എന്ന് പറഞ്ഞ കമ്പനി അത് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെ നമുക്ക് കുറെ സെയിൽസ് ട്രാൻസാക്ഷൻ, ഫോർവേഡ് സെയിൽ ട്രാൻസാക്ഷൻ നമുക്ക് എൻട്രി ചെയ്യാം. ആ എൻട്രി ചെയ്യുന്നത് നമ്മളൊരു സ്പെക്കുലേഷനാണ്. നമ്മളത് കൂടും കുറയും എന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യും. നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് മെച്ചം, നമുക്കതിൻ്റെ ലാഭം എടുക്കാം. അങ്ങനെ വേണ്ടുള്ള ഒരു ട്രേഡിംഗ് ബിസിനസ് ബാങ്കുകളും ഈ സാധാരണ ട്രാൻസാക്ഷനോടൊപ്പം ഇങ്ങനെയുള്ള ട്രേഡിംഗ് ബിസിനസ്സുകളും സ്പെക്കുലേഷൻ ബിസിനസ്സുകളും എല്ലാ ബാങ്കുകളും ചെയ്യും. അവർ ചെയ്യുന്നത് ഇൻ മില്യൺസിനുള്ള തുകയ്ക്ക് മാത്രമേ അവർ ചെയ്യൂ. അങ്ങനെയുള്ള വലിയ സ്പെക്കുലേഷൻ ബിസിനസ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. അപ്പം ഇതിനു വേണ്ടി ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ എന്ന് പറയും. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതായത് ഈ ഡീലർ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്തു, അതിൻ്റെ ഡിഫറൻസ് ആണ് അവരുടെ പ്രോഫിറ്റ്. ദാറ്റ് ഇസ് കോൾഡ് സ്പ്രെഡ്. അവരവിടെ ഉപയോഗിക്കുന്ന വേർഡാണ് സ്പ്രെഡ്. സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഈ ഓതറൈസ്ഡ് ഡീലർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റീറ്റെയിൽ ബിസിനസിന്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഇവർ റേറ്റ് നമുക്ക് തരുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റേറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇതെങ്ങനെയാണ് റേറ്റ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഞാൻ മുമ്പ് പറഞ്ഞു, നമുക്ക് ഒരു പാർട്ടി ഒരു ചെക്ക് കൊണ്ടെത്തും. അതായത് $US ഒരു ചെക്ക് വിദേശത്തുള്ള ഒരാൾ നമ്മുടെ പേരിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് റുപ്പിയായിട്ട് മാറ്റണം. റുപ്പിയായി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടിലുള്ള ബ്രാഞ്ചിൽ കൊണ്ട് നമ്മളത് ബ്രാഞ്ചിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ച് അവരുടെ കൺട്രോളിംഗ് ഓഫീസായ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിനൊരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യും. ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്ക് ഇത് റിയലൈസ് ചെയ്തിട്ട് വരാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് അവർക്കൊരു കണക്കുണ്ട്. 10 ദിവസം, 7 ദിവസം, അല്ലെ 10 ദിവസം. ആ 10 ദിവസം കൊണ്ട് ഇത് അക്കൗണ്ടിൽ, അവരുടെ നോൺസ്ട്രോ അക്കൗണ്ടിൽ ഫണ്ട് വരും. ആ എക്സ്പെക്ടേഷനിൽ ആ ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയ ഒരു സെയിൽസ് കോൺട്രാക്ട് എൻ്റർ ചെയ്യും. ഒരു സെല്ല് ചെയ്യുന്നു. ഇത്രയും തുക നമുക്ക് വരുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ അവരൊരു സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ അവർക്കൊരു റേറ്റ് കിട്ടുന്നു. ആ റേറ്റിൽ നിന്നും അവരുടെ ഒരു പ്രോഫിറ്റ് അവർ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു തുകയാണ് നമ്മുടെ പർച്ചേസ് റേറ്റ് ആയിട്ട് അവർ നമുക്ക് തരുന്നത്. അതാണ് അവർ തരുന്ന റേറ്റ് എന്ന്. ഇതാണ് അതിൻ്റെ മെത്തേഡ് നടക്കുന്നത്. അതായത് നമ്മൾ ഒരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ട് നമുക്ക് വരുന്ന ദിവസം കണക്കാക്കി അത്രയും ഇതിലുള്ള ഒരു സെയിൽ അവർ അന്നേരം അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു. സെയിൽ ട്രാൻസാക്ഷൻ നടത്താൻ പ്രൊവിഷനുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച്. ഇത് വെച്ച് അവർ ഒരു സെയിൽ നടത്തും. ആ സെയിൽ നടത്തുമ്പോൾ അവർക്കൊരു റേറ്റ് കിട്ടും. ആ റേറ്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ് അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു റേറ്റ് വരും. ആ റേറ്റ് നമുക്ക് ഓഫർ ചെയ്യും. അപ്പം അവർക്ക് എപ്പോഴും ഇതിൻ്റെ ആ ലാഭം കൃത്യമായി ഇതിനകത്ത് കിട്ടിയിരിക്കും. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിങ്ങിൽ അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്ന പ്രശ്നമില്ല. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ വിദേശത്തേക്കൊരു ഫണ്ട് അയക്കാനായിട്ട് ഉദ്ദേശിക്കും. വിദേശത്തേക്കൊരു ഫണ്ട് അയക്കാൻ നോക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് വേണ്ടിയിട്ട് $US ആ ബ്രാഞ്ച് നമുക്ക് സെല്ല് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സെയിൽ ട്രാൻസാക്ഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യും. സെയിൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്നാണോ ഈ ഫണ്ട് അവിടുന്ന് മാറ്റേണ്ടത് അതിന് ഇക്വലന്റ് ആയിട്ട് അവരൊരു ബൈയിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഈ ബൈയിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു റേറ്റ് അവർക്ക് കിട്ടുന്നു. ആ റേറ്റിൽ നിന്നും അവർ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തും ആ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് ആണ് നമുക്ക് തരുന്ന സെയിൽസ് റേറ്റ്.
അപ്പം ആ സെയിൽസ് റേറ്റ് വെച്ചാണ് നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഈ സെയിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. അതായത് ഒരു പർച്ചേസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സെയിൽ നടത്തിയിട്ട് കിട്ടുന്ന റേറ്റിൽ നിന്നും ആ പ്രോഫിറ്റ് കുറച്ച് കിട്ടുന്ന റേറ്റ് നമുക്ക് തരും. നേരെ മറിച്ച് നമുക്കൊരു സെയിൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവരൊരു പർച്ചേസ് കോൺട്രാക്ട് എൻട്രി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന റേറ്റിന്റെ കൂടെ ഈ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തുള്ള റേറ്റ് നമുക്ക്. ദാറ്റ് ഈസ് ദ മെത്തേഡ്. ദേ ഫിക്സ് ദ റേറ്റ് ആൻഡ് ഡു ദ ട്രാൻസാക്ഷൻ. ഇങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഈ മെക്കാനിസത്തിൽ കൂടെ ആണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ബാങ്കുകൾക്ക് ഇതിനകത്ത് ലാഭനഷ്ടത്തിന്റെ അല്ലെങ്കിൽ ലാഭമല്ല നഷ്ടത്തിന്റെ ഒരു പ്രശ്നം വരില്ല. ഇതിനകത്ത് നിർബന്ധമായിട്ട് ലാഭം തന്നെ വരും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ചെയ്യാൻ കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ക്ലിയർ ആണെന്ന് ഞാൻ ധരിക്കുന്നു. അതാണ്ട് ക്ലിയറായി മനസ്സിലായെന്ന് ഞാൻ ധരിക്കുന്നു. ഓക്കെ സാർ, മനസ്സിലായി. ഓക്കെ. ഇനി സാധാരണ സംഭവിക്കുന്ന ഒരു കേസാണ് ഇതിനകത്ത് റോങ് റിപ്പോർട്ടിംഗ് വരാറുണ്ട്. ഇപ്പൊ അധികം റോങ് റിപ്പോർട്ട് വരികയല്ല. കാരണം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രാൻസാക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള ഏത് ട്രാൻസാക്ഷനാണ് അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് അവർ പറഞ്ഞു തരും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളൊരു സെയിൽ റിപ്പോർട്ട് ചെയ്യുക, ഒരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യുക, അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്റേക്കിനുള്ള ഒരുപാട് സാധ്യത പണ്ടുണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുള്ളൂ. അതായത് നമ്മളൊരു സെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു പർച്ചേസ് എടുത്ത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്തായിരിക്കും അതിന്റെ സംഭവം? സംഗതി നേരെ തിരിഞ്ഞുപോയി. നമ്മളൊരു സംഖ്യ കൂട്ടുന്നതിന് പകരം കുറച്ചാൽ എന്ത് ചെയ്യും? അതേ സംഭവം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ജസ്റ്റ് ഇത് അറിഞ്ഞിട്ട് വലിയ കാര്യമുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ പറയുക. അതായത് റോങ് റിപ്പോർട്ട് ചെയ്ത ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ സെയിലായിട്ട് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് കറസ്പോണ്ടിങ് ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ പർച്ചേസ് പിന്നെ നടക്കുകയല്ല. കാരണം അന്ന് ഈ ഫണ്ട് വരില്ല. ഇത് ട്രാൻസാക്ഷൻ നേരെ തെറ്റായിരുന്നു. പർച്ചേസ് വരണ്ട, അതിന് വരെ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യേണ്ട ഈ ട്രാൻസാക്ഷൻ ആദ്യം റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിന് പകരം സെയിൽസ് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യണം. അന്നേ ആ ഒരു പർച്ചേസ് ഇതിന്റെ സെയിൽസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ പാർട്ടിക്ക് ക്രെഡിറ്റ് ചെയ്യണ്ടേ? അതിന് എഗെയിൻ ഒരു പർച്ചേസ് കൂടെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ റെക്ടിഫിക്കേഷൻ. ഇങ്ങനെ റെക്ടിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പർച്ചേസിന് പകരം സെയിൽസ് റിപ്പോർട്ട് ചെയ്യും. സെയിൽസ് റേറ്റ് കൂടുതലാ. അപ്പൊ രണ്ടാമത് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചില സമയത്ത് ഈ റേറ്റ് ഭയങ്കര അപ്പായി പോയെങ്കിൽ പർച്ചേസ് ചിലപ്പോൾ സെയിലിനേക്കാളും ലാഭം വന്നെങ്കിൽ നമുക്കൊരു നഷ്ടമില്ല, നമുക്ക് ലാഭമായിട്ട് വരും. നേരെ മറിച്ച് ഈ റേറ്റ് താഴേക്കാ പോകണമെങ്കിൽ നമ്മളത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വ്യത്യാസം വരും. ആ വ്യത്യാസം ബാങ്ക് ഏറ്റെടുക്കുകയില്ല. അത് ആരുടെ തലയിൽ വരും? സാറ് ബാങ്കിലുണ്ടായിരുന്നു, ആരുടെ തലയിൽ വരും സാറേ? അത് വേണുഗോപാലൻ സാറേ. സാർ മറ്റേ ബാങ്കിന്റെ ഇതിലല്ലേ വരിക? ബാങ്ക് അത് ഏറ്റെടുക്കില്ല സാറേ. അല്ല, നമ്മളിപ്പോ ക്ലിയറിംഗ് ഹൗസിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോ ആ ഡിഫറൻസ് എസ്എല്ലായിട്ട് അല്ലെങ്കിൽ സസ്പെൻസ് അസറ്റ് ആയിട്ടാണല്ലോ വെക്കാല്. ഇത് ഇവിടെ ഇതൊന്നും നടക്കുകയല്ല. ആ ഡിഫറൻസ് ടു ബി മെറ്റ് ബൈ എംപ്ലോയി. അത് എംപ്ലോയിയുടെ തലയ്ക്ക് വരും. ശരി. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വളരെ സൂക്ഷിച്ച് തരുന്നില്ലെങ്കിൽ നേരെ മറിച്ച് ആ റേറ്റ് നമുക്ക് അനുകൂലമായി വന്നാൽ ഓക്കെ, പ്രോഫിറ്റ് വരും. പ്രോഫിറ്റ് നമുക്കില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് എടുക്കും. നെഗറ്റീവ് വന്ന എംപ്ലോയിയുടെ തലയിൽ. ഇതാണ് ഇതിന്റെ സംഭവം നടക്കുക.
അപ്പൊ ഏതാണ്ട് നമ്മുടെ ക്ലിയറിംഗ് ഹൗസ് പോലെ തന്നെയാണ് അല്ലേ? ഇത് തന്നെ ഏതാണ്ട് അതേ രീതിയിലുള്ള മെക്കാനിസം ആണ്. പക്ഷെ അതിന്റെ മണി വാല്യൂവിന്റെ മാത്രം കുറച്ച് ഡിഫറൻസ് മാത്രം ഡിഫറൻസ് വരും. അപ്പം നമ്മൾ പക്ഷെ ഇപ്പൊ അധികം അങ്ങനെ മിസ്റ്റേക്ക് വരികയല്ല. ഇപ്പൊ നമ്മളൊരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെക്ക് അതിന്റെ ഡീറ്റെയിൽസ് സകലതും കൊടുക്കണം. അപ്പൊ അത് കാണുമ്പോഴത്തേന് അവർക്കറിയാം ഇതൊരു സെയിൽസ് അല്ല, ഇറ്റ് ഈസ് എ പർച്ചേസ്. അപ്പൊ അവര് വിളിച്ചിട്ട് ചോദിക്കും ഇത് പർച്ചേസ് ആണോ സെയിൽ ആണോ എന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർ വിളിച്ച് അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് അവർ ആ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട്. പണ്ടൊന്നും അത്ര ഇതൊന്നും ഇല്ല, ഇതുപോലുള്ള ഈ ഇമെയിലോ അങ്ങനെയുള്ള ഫെസിലിറ്റികൾ അന്നില്ല. വെറും ഫോണിൽ വിളിച്ചു പറഞ്ഞുള്ള ഇടപാടുകൾ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് സംഭവിച്ച സമയത്ത് എനിക്കൊരു ഗുണം കിട്ടി. എൻ്റെ കൂടെ അന്ന് ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അയാൾ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ട്രെൻഡ് ഉണ്ട്, ചിലപ്പോൾ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന റേറ്റ് പിന്നെ ഏതാണ്ട് ലെവൽ വന്നുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വന്നില്ല. ഓക്കെ, സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതിന്റെ റിവേഴ്സ് ആണ്. പർച്ചേസിന് പകരം നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇതുപോലെ തന്നെ പർച്ചേസിന് പകരം നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിൽസിനെ റിവേഴ്സ് ചെയ്യാൻ പർച്ചേസ് റിപ്പോർട്ട് ചെയ്യും, വീണ്ടും പർച്ചേസ് റിപ്പോർട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ റെക്ടിഫിക്കേഷൻ നടത്തേണ്ടത്. ഇതിന്റെ ഡിഫറൻസ് എഗൻസ്റ്റ് ആയിട്ട് വന്ന എംപ്ലോയി കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് വന്ന ബാങ്കിന്. ഇതാണ് ഇതിന്റെ രീതി. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ ഡീലിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. അപ്പം ഇതിന്റെ ആ മെക്കാനിസം ഇത്രയും കാര്യങ്ങളുള്ള ഇതിന്റെ സിമ്പിൾ ആണ്. ഇതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനി അവിടെ നിർത്തിയിട്ട് ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അത് കുറച്ചുകൂടെ ഇത് കോംപ്ലിക്കേഷൻ. അതൊക്കെ ബിസിനസ്സുകാർക്കും എക്സ്പോർട്ടേഴ്സിനും ഒക്കെ ഉള്ള, ഈ നമ്മുടെ ഗ്രൂപ്പിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ക്ലാസ് എടുക്കണം, അറിയാമല്ലോ. അതിന്റെ ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനെയൊക്കെ പറ്റിയുള്ളത്. ഓക്കെ, അത് ഞാൻ ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇത് വരുന്നത് നമ്മുടെ ആൾക്കാർ ആരെങ്കിലും എല്ലാവരും ഉള്ളതാ, എല്ലാവർക്കും ഉള്ള NRE ഡെപ്പോസിറ്റ്. അപ്പൊ അതിനെപ്പറ്റി പറയാം. NRE ഡെപ്പോസിറ്റ് എന്ന് പറയും. NRE ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശത്ത് ഉള്ള ഒരാൾ അല്ലെ വിദേശത്ത് ജോലിയുള്ള ഒരു NRE ഇവിടുന്ന് വിദേശത്ത് 183 ഡേയ്സ് എങ്കിലും വിദേശത്ത് ഉള്ള ആൾ, അതായത് ഇവിടെ അങ്ങനെ ഒരാൾ ഇവിടെ 181 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യയിൽ 181 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അയാൾ NRE അല്ല. 182 ഡേയ്സ് അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഹീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഹീസ് നോൺ റെസിഡന്റ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരാൾക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഈ NRE അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശത്തുള്ള ആളാണെങ്കിൽ അയാൾ ഇന്ത്യൻ റുപ്പിയിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് NRE. ആ അക്കൗണ്ട് പക്ഷെ അതിന് ഇന്ത്യയിലുള്ള ഫണ്ടുകളൊന്നും അതിനകത്തേക്ക് ഇടാൻ പറ്റില്ല. അതിന് ഫണ്ട് ഇടണമെങ്കിൽ ആ ഫണ്ട് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് തന്നെ ആയിരിക്കണം. അത് നിർബന്ധം. വിദേശത്ത് വരുന്ന ഫണ്ടുകൾ മാത്രമേ അതിനകത്ത് ക്രെഡിറ്റ് ചെയ്യാൻ. ആ അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് വരുന്ന അതിനകത്തേക്ക് അയക്കുന്ന ഫണ്ടിനോ അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റിനോ നോ ടാക്സ് അറ്റ് ഓൾ. മറ്റേ നമ്മുടെ ഒരു ഇതിന് FDD ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റിന് ടാക്സ് നമ്മൾ കൊടുക്കണ്ടേ? TDS. ഹിയർ NRE അക്കൗണ്ട് there is no TDS at all. അതാണ് അതിൻ്റെ. പക്ഷെ ഇതാണ് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് സോഴ്സസ് ഓഫ് ഫണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സോഴ്സ് ഓഫ് ഫണ്ട് അവിടുന്ന്. അത് നമ്മുടെ ചിദംബരം മന്ത്രി ആയിരുന്നപ്പോൾ അതിനകത്ത് ഇത് ചേർക്കാനുള്ള ഒരു ട്രെൻഡ് ഒന്ന് നടത്തി നോക്കി. അപ്പോൾ അവര് പറഞ്ഞു ഇന്ത്യയിലേക്ക് ഞങ്ങൾ ഫണ്ട് അയക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാണ്ട് പോകും. അപ്പം പുള്ളി അതിൽ നിന്ന് പിന്മാറുകയായി. ഓക്കെ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഫണ്ട് അയച്ചാലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഫണ്ട് അയക്കുന്നില്ല. അപ്പൊ ഈ NRE അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ട് ആകാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം. ഓക്കെ,
ഈ ഒരു സമയത്ത് ഇവിടുത്തെ NREയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റേറ്റ് വളരെ കുറവും നമ്മുടെ റെസിഡന്റുകാരുടെ ഡെപ്പോസിറ്റ് റേറ്റ് വളരെ കൂടുതലുമായ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ അത് രണ്ടും താഴെയാണ്. അതുകൊണ്ട് ആ വ്യത്യാസം ഇല്ല. രണ്ടും ഏതാണ്ട് ഒരേ റേറ്റ് തന്നെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഈ NRE ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം, ഒരു കൊല്ലത്തിന് മുമ്പ് അത് ക്ലോസ് ചെയ്യാൻ പറ്റുക. ക്ലോസ് ചെയ്ത് അതിന് ഒരിറ്റ പൈസ പോലും ഇൻട്രസ്റ്റ് കിട്ടുക. നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ. ഒരു കൊല്ലത്തിന് മുമ്പ് അത് ക്ലോസ് ചെയ്ത് ബിഫോർ മെച്യൂരിറ്റി ഒരു കൊല്ലത്തിന് മുമ്പ് ക്ലോസ് ചെയ്താൽ അതിന് ഇൻട്രസ്റ്റേ കിട്ടുകയില്ല. ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ബിഫോർ മെച്യൂരിറ്റി ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 0.5% or 1%. അത് ഓരോ സമയത്തും ഇതനുസരിച്ചാ. അത് ഇപ്പോഴുള്ള റേറ്റ് ആണോ അല്ലെങ്കിൽ അന്ന് ഓപ്പൺ ചെയ്ത റേറ്റ് ആണോ, ഇതിൽ ഏതാണോ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ചെറുത്, ആ റേറ്റില് ഇൻട്രസ്റ്റ് റേറ്റ്. അല്ലല്ല, ക്ലോസിംഗ് റേറ്റിന് NREക്ക് ക്ലോസിംഗ് റേറ്റിന്റെ ആ സമയത്ത് മാത്രമല്ല, ഓപ്പൺ ചെയ്ത റേറ്റിലോ ഉള്ള റേറ്റിൽ നിന്ന് 1% ഓർ ഇപ്പോൾ ഉള്ള റേറ്റിൽ നിന്ന് 1% or 0.5% ലെസ്, വിച്ച് എവർ ഈസ് ലെസ്, അതേ ഉള്ളൂ NREക്ക്. നമ്മളെ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത റേറ്റ് എത്രയാണോ അതിന്റെ ഈ പീരീഡിലുള്ള റേറ്റ് എത്രയാണോ അതിൽ നിന്നും 1% കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. പക്ഷെ ഇതിനങ്ങനെയല്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കിട്ടും. ലോവസ്റ്റ് നമുക്ക് കിട്ടുക. ആ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ NREയുടെ അക്കൗണ്ടിന്റെ ബിഫോർ മെച്യൂരിറ്റി ക്ലോസ്. ബിഫോർ 1 year ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പം ഇതിന് TDS ഇല്ല എന്നുള്ള മാത്രം ഒരു മെച്ചമുണ്ട്. എന്ന് മാത്രമല്ല, ഇതിനകത്തുള്ള ഫണ്ട് എപ്പോ വേണേലും നമുക്ക് വിദേശത്തേക്ക് അയക്കാം. അതിന് ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് ഈ ഫണ്ട് തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് ഇതിലുള്ള ഫണ്ട് മുഴുവൻ വേണേലും എപ്പോ വേണേലും വിദേശത്തേക്ക് റിപ്പാർട്ടേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഗുണമുണ്ട്. ആ ഒരു മെച്ചം NRE അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ്, ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും കൊള്ളാം, SB അക്കൗണ്ടിലായാലും കൊള്ളാം, അതിനകത്തുള്ള എല്ലാ ഫണ്ടും നമുക്ക് ഒരു സമയത്ത് വിദേശത്ത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകും. ആ ഒരു ഗുണം ആ കണ്ടീഷൻ ഇപ്പോഴും ആ കണ്ടീഷൻ റിപ്പാർട്ടേഷൻ ഈസ് സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ, ഇത്രയാണ് NRE ഇന്ത്യൻ റുപ്പി NRE അക്കൗണ്ടിനെ പറ്റി ഒക്കെ പറയാനുള്ള. അത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനെ പറ്റി ഉള്ളത്. ഈ NRE ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാണ്ട് തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എടുക്കാവുന്നതാണ്. NRE റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടും, മാസം മാസം ഇടാം. ഇപ്പൊ എല്ലാവർക്കും വലിയൊരു തുക ഒരുമിച്ച് ഇടാൻ പറ്റാത്ത ഒരാളെ സാമാന്യം മന്ത്ലി ഒരു തുക ഇടാം. 10,000 അല്ലെങ്കിൽ 50,000 അങ്ങനെ. അതിനകത്ത് ചില ബാങ്ക് എന്ന് പറഞ്ഞാൽ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, അതുപോലെ ചില ബാങ്കുകൾക്കുണ്ട്. ഇതിനകത്ത് 10 times വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ 10,000 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരു മാസം നമുക്ക് 1 ലക്ഷം വരെ വേണമെങ്കിൽ ഇടാം. അത് എല്ലാ മാസവും ഇട്ടണമെന്ന് കമ്പൽസറി ഇല്ല. അത് 10,000 രൂപ മാത്രമേ കമ്പൽസറി ഉള്ളൂ. മറ്റേ തുക നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയൊരു ഗുണം. പക്ഷെ അതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സപ്പോസ് 3 years ഒന്നൊരു ഡെപ്പോസിറ്റ് എടുത്തെന്ന് വെച്ചു, അതിന് 7% ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മളിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ അതിനുള്ള റേറ്റ് 5 ഉള്ളെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊണ്ട് ഇടുമ്പോൾ ആ റേറ്റ് തന്നെ കിട്ടും, 7 rate. ഈ ഒരു മെച്ചം ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. ഈ റിക്കറിംഗ്, ഇതിന്റെ റിക്കറിംഗ് ആണ്. അത് NREയിലും ഉണ്ട് റിക്കറിംഗ്. ഓക്കെ സർ, ഈ NREന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലേ നമുക്ക് 10 ലക്ഷം എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടോ? NREന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലിമിറ്റും ഇല്ല. അത് നമ്മൾ വിദേശത്തേക്ക് NREന്ന് ഫണ്ട് വിദേശത്തേക്ക് അയക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ളവരുടെ ഫണ്ടിന്റെ കാര്യമാണ്. ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഫണ്ട് അയക്കണമെങ്കിൽ കാര്യം. അടുത്ത NRO ഡെപ്പോസിറ്റ്. NRO ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ റെസിഡന്റ് ഓർഡിനറി ആണ്. മറ്റേത് NRE എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ആണ്. ഈ നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിദേശത്തുള്ള ആള്, അതായത് 183 ഡേയ്സ് അല്ലെ 182 ഡേയ്സിൽ കുറച്ച് ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം എല്ലാം ഇടാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. അത് NRE അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. അതിന് പകരം അയാൾക്ക് ഇവിടെ ഒരു കെട്ടിടം ഉണ്ട്, വാടകയ്ക്ക് കൊടുത്തു, അതിന്റെ റെന്റ്, അങ്ങനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡിവിഡൻഡ്, ഇവിടെ പുള്ളി വിദേശത്ത് പോകുന്നതിന് മുമ്പ് അയാൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇടണമെങ്കിൽ അതിന് ഇവിടെ വേറെ അക്കൗണ്ട് വേണം. അല്ല, ഇയാൾ ഇവിടെ അയാൾ ഒരു ലോൺ എടുത്തു, ഒരു ഹൗസിംഗ് ലോൺ, അതിന്റെ ഫണ്ട് മാറ്റണമെങ്കിലും അതിനും ഇടാവുന്ന ഒരു അക്കൗണ്ടാണ് ദാറ്റ് ഈസ് NRO അക്കൗണ്ട്. ഇത് മിക്കവാറും എല്ലാ NREക്കാരും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ഒരു അക്കൗണ്ടാണ് NRO. ഈ NRO അക്കൗണ്ടിൽ വിദേശത്തു നിന്നുള്ള ഫണ്ട് ഇടാം, അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിദേശത്തു നിന്നുള്ള ഫണ്ട് NROയിൽ ഇട്ടാൽ തിരിച്ച് റിപ്പാർട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. തിരിച്ച് റിപ്പാർട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രശ്നം. NRO അക്കൗണ്ടിന്റെ അത് SB അക്കൗണ്ട് ആകാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം, രണ്ടും ആകാം. രണ്ടിനും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, രണ്ടിന്റെയും ഇൻട്രസ്റ്റ്, SBയുടെ ഇൻട്രസ്റ്റും FDയുടെ ഇൻട്രസ്റ്റും 30% പ്ലസ് സെസ് പ്ലസ് സർചാർജ്, അത്ര ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ TDS ആയിട്ട് തന്നെ കട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, ഇതിൽ നിന്നുള്ള ഫണ്ട് വിദേശത്തേക്ക് അയക്കണമെങ്കിൽ അതിന് നമ്മൾ അതിന് ഇതിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യം. ഇതിന് ഫണ്ട് വിദേശത്തേക്ക് റിപ്പാർട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ആപ്ലിക്കബിൾ ആയിട്ട് ആയുസും കൊടുക്കണം. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒരു ലിമിറ്റിനനുസരിച്ചാണ് കൂടുതലാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യം. അതുകൊണ്ട് ഇതിനകത്ത് റിപ്പാർട്ടിയേഷൻ വലിയ പ്രശ്നമുള്ള കേസ്. ഇടക്കാലഘട്ടത്ത് ബാങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി സാറേ. അതായത് സമയത്ത് NRE അക്കൗണ്ടിന്റെ റേറ്റ് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു. പക്ഷെ NROയുടെ ഡെപ്പോസിറ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് റെസിഡന്റിന്റെ അതേ റേറ്റും ഉണ്ടായി. അങ്ങനെയുള്ള സമയത്ത് ചില മാനേജർമാർ, ഞാൻ ചെന്ന ഒരു ബ്രാഞ്ചിൽ ഉണ്ടായ ഒരു സംഭവമാണ്, ചില മാനേജർമാർ പറഞ്ഞു, സാറേ ഈ NRE അക്കൗണ്ടിൽ വേണ്ട, NROയിൽ ഇട്ടാൽ കൂടുതൽ റേറ്റ് കിട്ടുന്നു. അവരുടെ NRE അക്കൗണ്ടിലെ ഫണ്ട് എടുത്ത് NROയിൽ കൊണ്ട് ഇടിച്ച് കൂടുതൽ റേറ്റും കിട്ടി. ഈ റേറ്റ് കിട്ടി കഴിഞ്ഞ് വേറെ പ്രശ്നം വന്നത്, പിന്നീട് NREയുടെ റേറ്റ് കൂടുകയും NREയുടെ NROയുടെ ഒരേ റേറ്റ് ആയപ്പോഴായി അവർക്ക് ബുദ്ധിമുട്ട്. അവരുടെ NROയിലെ വരുന്ന ഇൻട്രസ്റ്റിന് TDS പിടിക്കും, 1/3 TDS പിടിക്കും. അവിടെയാണ് പ്രശ്നം. അവിടെ ആ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടം വന്നു. നഷ്ടം വന്നു കഴിഞ്ഞ് നമ്മളെ വന്ന് അയാൾ ചീത്ത വിളിക്കുക. നമ്മളോട് ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് ആ ഫണ്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തോന്നി വിദേശത്തേക്ക്, അതിനും പറ്റിയില്ല. പിന്നെ അവസാനം ഒരു പ്രൊവിഷൻ ഉണ്ട്, വിദേശത്തു നിന്ന് കൊണ്ട് റെമിറ്റ് ചെയ്തൊരു ഫണ്ടാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അത്രയും തുക വിദേശത്തേക്ക് അയക്കാന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് പ്രകാരമാണ് അയാൾ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട ശേഷമാണ് ഈ തുക എടുത്ത് അങ്ങോട്ട് മാറ്റാൻ പറ്റിയത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ലാഭം നോക്കി വേണ്ട രീതിയിൽ പ്രോപ്പറായി മനസ്സിലാക്കാതെ കസ്റ്റമറെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി. കസ്റ്റമർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ഉണ്ട്, നിങ്ങളത് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഇതിൽ വെച്ച് മാത്രമേ അവരെ അതിന് പെർമിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് NROയുടെ. അല്ല സാർ, അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്, NREയുടെ റേറ്റ് വളരെ കുറഞ്ഞു, ഇൻട്രസ്റ്റ് റേറ്റ്. അല്ല സാർ, അതല്ല, ഒരു മാനേജർ അതിങ്ങനെ ചെയ്യാമെന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷനോ അങ്ങനെ എന്തെങ്കിലും ആ അക്കൗണ്ടിന് പ്രത്യേക കാണണമല്ലോ. അതിന്റെ കാരണമാ സാറേ ഞാൻ പറഞ്ഞേ, NREയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാണ്ട് കുറഞ്ഞു പോയി. അതെ, റെസിഡന്റിന്റെ NROയുടെയും കുറഞ്ഞില്ല. അപ്പൊ ഈ NREക്കാരന് കൂടിയ റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാളോട് പറഞ്ഞത്, നിങ്ങൾ വേണേ NRI മാറ്റിക്കോ, കൂടെ റേറ്റ് കിട്ടും. ഈ കാര്യം അങ്ങനെ ആലോചിക്കാൻ വിട്ടുപോയി. അതാണ്
അന്നേരത്തെ ശരിയാണ്, ലാഭം ഉണ്ടായി, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടി. പക്ഷെ ഈ ടാക്സ് പിടിക്കുമെന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലെന്നും കൂടെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അടുത്ത ഒരെണ്ണമാണ് FCNR ഡെപ്പോസിറ്റ്. FCNR ഡെപ്പോസിറ്റ് നല്ലതൊക്കെയാണ്, പക്ഷെ അതിന്റെ അക്കൗണ്ടിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. അതായത് ഈ FCNR ഡെപ്പോസിറ്റ് ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പേരാണ് FCNR ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്. അതായത് ഡെപ്പോസിറ്റ് ഇന്ത്യയിലാണ്, അത് ഇന്ത്യൻ റുപ്പിയിലല്ല, ഫോറിൻ കറൻസിയിലാണ്. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസിയിൽ നിന്ന് വരുന്ന ഏത് ഫണ്ടും FCNR ഇടാം, NRIക്കാർക്ക്. ഈ FCNR ആവുമ്പോൾ അതിന്റെ ഗുണം ഈ ഫോറിൻ കറൻസിയിൽ ഇത് നിൽക്കുന്നതുകൊണ്ട് ഈ റുപ്പിയിൽ വരുന്ന ചേഞ്ച് ഇതിന് ബാധകമാകുകയാണ്. ഫോറിൻ കറൻസിയുടെ ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, ആ ഫ്ലക്ച്വേഷൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആകില്ല. ഇപ്പോൾ അയാൾ കൊണ്ട് ഒരു $US ഇട്ടപ്പോൾ 70 രൂപയായിരുന്നെങ്കിൽ ഇത് 74 ആകുകയാണെങ്കിൽ ആ 74ന്റെ ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടും. നേരെ മറിച്ച് അയാൾ ഇന്ന് അത് ഇന്ത്യൻ റുപ്പിയായിട്ട് മാറ്റിയാൽ അതിന് 70ന്റെ റേറ്റ് അയാൾക്ക് കിട്ടുള്ളൂ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് 74 ആയെങ്കിൽ ഇത് മച്ചറായപ്പോൾ അയാൾക്ക് 74ന്റെ ബെനിഫിറ്റ് കിട്ടും. ആ ഒരു ബെനിഫിറ്റ് ഇതിനും, പക്ഷെ ഇതിന് കിട്ടുന്ന റേറ്റ് കുറവാണ്. ഇത് ഇടാവുന്ന 4 കറൻസി മാത്രമേ ഉള്ളൂ. അതായത് പൗണ്ട് സ്റ്റെർലിംഗ്, US ഡോളർ, ഡോയിഷ് മാർക്ക്, ജാപ്പനീസ്. ഈ 4 കറൻസിയിൽ ഇടാനേ പെർമിറ്റ് ചെയ്തു. 4 കറൻസികളിൽ വേണമെങ്കിൽ ഇത്. പക്ഷെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യൻ റുപ്പിക്കുള്ള അതേ റേറ്റ് ഒന്നും കിട്ടുകയില്ല. ഇത് മറ്റ് രാജ്യത്തുള്ള ആ കറൻസിയായിട്ട് കമ്പയറബിൾ ആയ ഒരു റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയും ആ രാജ്യത്ത് നിലനിൽക്കുന്ന റേറ്റ് എന്താണോ അതിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഈ ഫോറിൻ കറൻസി ഡെപ്പോസിറ്റിന് കിട്ടും. ഓക്കെ, ഇതിനും ഈ പറഞ്ഞ പോലെ ഒരു നോ TDS ടാക്സ് ഒന്നുമില്ല ഇതിന്റെ ഇൻട്രസ്റ്റ്. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, റേറ്റ് ഫ്ലക്ച്വേഷൻ ഒന്നും ഇവരെ ബാധിക്കുകയല്ല. അതിന്റെ ഗുണം അവർക്ക് കിട്ടും. നേരെ മറിച്ച് താഴെ പോയാൽ റിവേഴ്സും ആകും കേട്ടോ. അവർ ഇന്നിപ്പോ കൊണ്ടുപോയിട്ടപ്പോ 73 ഉണ്ടായി, പിന്നീട് അത് 70 ആയി പോയാൽ ഇത് മച്ചറായപ്പോ അവർക്ക് 70 കിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസം. ഇതിന്റെ അക്കൗണ്ടിങ് ഒരു അല്പം കോംപ്ലിക്കേഷൻ. അത് ഇച്ചിരി ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഈ ഇൻഫർമേഷന് വേണ്ടി ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഫോറിൻ കറൻസി നമ്മൾ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുകയാണെങ്കിലും ഫോറിൻ കറൻസി നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഏത് കറൻസിയിലായിരിക്കണം? ഇന്ത്യൻ റുപ്പിയിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാകണം. നമ്മുടെ എല്ലാ അക്കൗണ്ടിങ്ങും ഇന്ത്യൻ റുപ്പി വേണം. അപ്പോൾ ഇത് ഇന്ത്യൻ റുപ്പിയിൽ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ ഇതിന് ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു റേറ്റ് ഇതിന് കൊടുക്കണം. ആ റേറ്റിന്റെ പേരാണ് എന്നാ പറയുന്നറിയോ? ആ റേറ്റിന്റെ പേര് ഇറ്റ് ഈസ് കോൾഡ് നോഷണൽ റേറ്റ്. നോഷണൽ റേറ്റ്. ആ ഒരു നോഷണൽ റേറ്റ് വെച്ച ഇത് കാലാകാലങ്ങളിൽ ഈ നോഷണൽ റേറ്റും ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ നോഷണൽ റേറ്റ് വെച്ചാണ് ഈ ഫോറിൻ കറൻസിയുടെ ഇക്വലന്റ് ആയത് നമ്മുടെ ബാലൻസ് ഷീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബുക്കിൽ ഇതിന് രണ്ടും ഉണ്ടാവും. ഫോറിൻ കറൻസി ഉണ്ടാവും, അതിന്റെ ഇക്വലന്റ് ആയിട്ട് അതിന്റെ നോഷണൽ റേറ്റിലുള്ള ഇന്ത്യൻ റുപ്പി റേറ്റും ഇതിനുണ്ടാകും. അതാണ് ഇതിന്റെ ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിങ്ങിന് പാരലായി ഇതിന്റെ നമ്മുടെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റുകളിലും ഇതിനൊരു പാരലൽ അക്കൗണ്ടിങ് ഉണ്ട്. അതാണ് FCNR ഡെപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത. കാരണം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് അവിടെയുണ്ട്. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഒരാള്
ഫോറിൻ കറൻസി തന്നെയാണ് ഫണ്ട് അയച്ചിരിക്കുന്നതെങ്കിൽ, ആ ഫോറിൻ കറൻസി തന്നെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സംഗതി വളരെ എളുപ്പമാണ്. കാരണം അവർ ആ ഫണ്ട് ഇങ്ങോട്ട് അയക്കുന്നു. ആ ഫണ്ടിന് അന്നത്തെ നിലനിൽക്കുന്ന നോഷണൽ റേറ്റ് വെച്ച് നമുക്ക് ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്യാം, പാർട്ടിയുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഈസി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ഓപ്പൺ ആയി. ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യേണ്ടത് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ടിയുടെ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെപ്പോസിറ്റ് ഓപ്പൺ ആയി. ഓക്കെ, ഇനി പ്രശ്നം വരുന്നത് അവിടെ നിന്ന് വരുന്ന ഫണ്ട് ഇന്ത്യൻ റുപ്പിയ അല്ലെ നമ്മുടെ NRE അക്കൗണ്ടിൽ റുപ്പി കിടക്കുന്ന ഒരു ഫണ്ട് FCNR ആയിട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? തോമസ് സാറേ ഞാനേ ലീവ് ചെയ്യുക. അപ്പൊ ഞാൻ സാറിനെ ഹോസ്റ്റ് ആക്കിയേക്കാം. തീരുമ്പോ സാറ് ക്ലോസ് ചെയ്താൽ കേട്ടോ. ഓക്കെ ഓക്കെ ശരി സാർ. ഓക്കെ, എന്റെ തീർന്നിട്ടില്ല സാറേ, ഞാൻ അത് ഇതാക്കിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതോടെ ഒന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീഷൻ വരികയില്ല. അപ്പൊ നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ NRE കിടക്കുന്ന ഫണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് ഫണ്ട് വന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരു ഫണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഫോറിൻ കറൻസി വേണം അല്ലേ? അപ്പൊ നമ്മളിവിടെ ഫോറിൻ കറൻസി മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയില് റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ റുപ്പിക്ക് ഇക്വലന്റ് ആയ ആ ഫോറിൻ കറൻസി കിട്ടാൻ വേണ്ടി സെയില് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ സെയില് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരൊരു പർച്ചേസ് അതിന് കറസ്പോണ്ടിങ് ചെയ്തിട്ട് ആ റേറ്റിൽ നിന്ന് ഒരു പ്രോഫിറ്റ് എടുത്തിട്ടുള്ള റേറ്റ് കൂട്ടി അവരൊരു റേറ്റ് നമുക്ക് തരും. ആ റേറ്റിനുള്ള തുക നമ്മുടെ ഈ NRE അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫോറിൻ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ ഈ നോഷണൽ റേറ്റിനൊരു തുക ഡെബിറ്റ് ചെയ്തിട്ട് ആ ഡോളർ നമ്മൾ മേടിച്ചുകൊണ്ട് ഇവിടെ പാർട്ടിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരേ സമയം 2 ട്രാൻസാക്ഷൻ അവിടെ ഡബിൾ എൻട്രി. ഒന്ന് നമ്മുടെ സെല്ലിംഗ് റേറ്റിൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു നമ്മുടെ NRE അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് അവരെ നോഷണൽ റേറ്റിന് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇവിടെ നോഷണൽ റേറ്റിൽ ക്രെഡിറ്റ് ചെയ്യും. മറ്റേ സെല്ലിംഗ് റേറ്റിലുള്ള ഇതാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ല സാർ, ഒരു സംശയം. അപ്പൊ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും അല്ലേ ഇതിന്റെ എഫക്ട് ശരിക്കും? ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് എഫക്ട് ആയിരിക്കില്ലേ ശരിക്കും? ഇത് ക്രെഡിറ്റും ഡെബിറ്റും വരുന്നില്ല സാറേ. അതിന്റെ എഫക്ട് ആയിരിക്കില്ല എന്നാ പറഞ്ഞത്. എഫക്റ്റും വരുന്നില്ല, മറ്റേ നോഷണൽ റേറ്റില. നമ്മൾ അങ്ങ് കൊടുക്കുന്നു, അവരുടെ അടുത്ത് നോഷണൽ റേറ്റ് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നു. അവിടെ ഫോറിൻ ട്രാൻസാക്ഷൻ വരുന്നില്ല. നമ്മൾ അത്രയും കൊടുത്തിട്ട് ഡോളർ ഞാൻ മേടിച്ച് അതിന്റെ നമ്മൾ ഇവിടെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു റേറ്റ് ആണ് ഈ നോഷണൽ റേറ്റ്. അതിനാണ് അവരെ ഡെബിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, കാരണം ആ ഫണ്ട് വന്ന് കിടക്കണം അവരുടെ കയ്യിലല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ. ഓക്കെ, അവരുടെ കയ്യിൽ നമ്മൾ ആ ഫോറിൻ ഡോളർ ഇങ്ങോട്ട് എടുക്കുക, അതിനാണ് അവരെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നോഷണൽ റേറ്റിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കൊടുക്കും? ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നമ്മുടെ ഡോളർ ഉണ്ടോ? നമ്മുടെ അക്കൗണ്ട് ഡോളറിലാണെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ നേരത്തെ അവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും? അല്ലേ, അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതിന്റെ ഡ്യൂ ഡേറ്റിൽ നമ്മൾ അത്രയും ഡോളർ ഇവിടെ മേടിക്കണം. നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് സെയിൽ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ സെയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ റിപ്പോർട്ട് ചെയ്ത സെയിൽ അവരൊരു സെല്ലിംഗ് റേറ്റ് നമുക്ക് തരും. സെയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സെല്ലിംഗ് റേറ്റ്, അവരൊരു കറസ്പോണ്ടിങ് ഒരു പർച്ചേസ് നടത്തി അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് ഒരു റേറ്റ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ റേറ്റ് തന്നു കഴിഞ്ഞാൽ ആ സെല്ലിംഗ് റേറ്റ് വെച്ചുള്ള ഇതിന് നമുക്ക് എന്തിനെ ഡെബിറ്റ് ചെയ്യണം? നമ്മുടെ ഇൻട്രസ്റ്റ് പെയ്ഡിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ലേ. ഇൻട്രസ്റ്റ് പെയ്ഡിനെ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സെല്ലിംഗ് റേറ്റ് കൊടുക്കുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ് ആയി അവരെ ഡെബിറ്റ് ചെയ്ത് നോഷണൽ റേറ്റിൽ ഉള്ള ഇത് എടുത്തിട്ട് ഇവിടെ ഈ പാർട്ടിക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ മെത്തേഡ് ഇവിടെ ചെയ്യും. ഇതാണ് ഇതിന്റെ അക്കൗണ്ടിങ്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ,
സാറിന് കുറച്ചുകൂടെ ക്ലിയർ ആവും. അക്കൗണ്ടിങ്ങിനെ പറ്റി കൂടെ അറിയാത്തവർക്ക് അത്രയും ക്ലിയർ ആകില്ല. നമ്മൾ പിന്നെ ഈ ക്ലിയറിംഗ് ഹൗസിലെ ഡീൽ ചെയ്തുകൊണ്ട് കുറച്ച് ചിലർക്ക് അത്രയൊന്നും പിടി കിട്ടിയല്ല. എന്നാലും ഏതാണ്ട് അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, ഇനി ഈ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുക. FCNR മച്ചറായി കഴിഞ്ഞാൽ പാർട്ടി നമ്മുടെ അവന് ക്ലോസ് ചെയ്ത് ഫണ്ട് വേണ്ടേ? ഫണ്ട് ചെയ്ത് അവൻ ഇത് വിദേശത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്നാ ചെയ്യണം? നമ്മൾ അത്രയും ഡോളർ അവർക്ക് കൊടുക്കണ്ടേ? ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. അപ്പൊ നമ്മളിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് നോഷണൽ റേറ്റ്, അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നില്ല. കാരണം ഇവിടെ ഫോറിൻ കറൻസി കിടക്കുന്നു, ആ ഫോറിൻ കറൻസി അവർക്കങ്ങ് കൊടുക്കുന്നു. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, നോഷണൽ റേറ്റ് ഡെബിറ്റ് ചെയ്യുന്നു. അത് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് നോഷണൽ റേറ്റ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കും. അവരവിടുന്ന് ഇത് ഈ ട്രാൻസ്ഫർ. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ NRE അക്കൗണ്ടിൽ ഇടാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നടക്കുന്ന NRE എന്ന് പറഞ്ഞാൽ നമ്മുടെ റുപ്പി അക്കൗണ്ട്. അപ്പം നമ്മുടെ ഡോളർ ഉണ്ട്. അപ്പം ഈ ഡോളറിനെ നമ്മളൊരു പർച്ചേസ് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊരു പർച്ചേസ് റേറ്റ് തരും. ആ പർച്ചേസ് റേറ്റ് തരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ FCNR അക്കൗണ്ടിനെ നോഷണൽ റേറ്റിൽ ഡെബിറ്റ് ചെയ്ത് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് നോഷണൽ റേറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ ബൈങ് റേറ്റിൽ, അത് പർച്ചേസ് ചെയ്തപ്പോൾ അവർ തന്നെ ആ റേറ്റിൽ അവരെ ഡെബിറ്റ് ചെയ്തിട്ട് പാർട്ടിക്ക് ക്രെഡിറ്റ്, ഇവിടെ NRE അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുക്കും. ഓക്കെ, ആ ട്രാൻസാക്ഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എൻട്രി വരുമ്പോൾ ഡബിൾ എൻട്രി ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഒന്നേ നടക്കുന്നു. ഓക്കെ, മറ്റേ നോഷണൽ റേറ്റിലാണ്. ഓക്കെ, എൻട്രി ശരിയാ സാറ് പറഞ്ഞാൽ ഡബിൾ എൻട്രി നടക്കും. ഒന്ന് നോഷണൽ ഇതിലും ഒന്ന് സെല്ലിംഗ് അല്ലെങ്കിൽ ബൈങ്. ഓക്കെ, ഇതാണ് FCNR. അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് ആണ് FCNR. ഓക്കെ, എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലിയറിംഗ് ഹൗസിൽ പോവാൻ കുറച്ച് ഇതുണ്ടാവും. കാരണം ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല രണ്ടും. പറഞ്ഞ പോലെ നമ്മള് വാങ്ങിയ ചെക്കിന്റെ ഏതെങ്കിലും ക്രെഡിറ്റോ സെയിൽസോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനെ എടുക്കാൻ മടിക്കും ആൾക്കാർ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വളരെ താഴെയായിരിക്കും. ഞാൻ ഒരു കമ്പയറബിൾ റേറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള US ഡോളറിലെ റേറ്റ് ആണ്, ഇപ്പോൾ ഉള്ള റേറ്റ് ആണ്, കമ്പയറബിൾ റേറ്റ് ആണ്. താരതമ്യേന ഏറ്റവും ബെറ്റർ റേറ്റ് ആണ്. HDFC 1 ഇയറിൽ കൊടുക്കുന്ന റേറ്റ് ആണ് 0.01. 5 ഇയേഴ്സിന് കൊടുക്കുന്നതാണ് 0.20. FCNR റേറ്റ് US ഡോളർ. ICICI ബാങ്ക് കൊടുക്കും 0.23. 5 കൊല്ലത്തേക്കാണ് 1.03. IDBI ബാങ്ക് ആണെങ്കിൽ കൊടുക്കും 0.98 1 ഇയർ, 1.78 റേറ്റ് ഫോർ 5 ഇയേഴ്സ്. IDFC ബാങ്ക് ആണെങ്കിൽ 0.75 വരെ 1 ഇയറിന് കൊടുക്കും. 1% ആണ് 5 ഇയറിന് കൊടുക്കുന്ന റേറ്റ് ആണ് ഡോളർ. ഇതിലും താഴെയാണ് അമേരിക്കയിൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി ഒരു അക്കൗണ്ട് കൂടെ ഉണ്ട്, ഇതൂടെ പറഞ്ഞ് നമ്മുടെ ഇത് ഇവിടെ തീരുകയാണ്. അത് RFC അക്കൗണ്ട് എന്നുള്ളതാണ്. RFC അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താന്ന് അറിയോ ആർക്കെങ്കിലും? ദാറ്റ് ഈസ് റെസിഡന്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് എന്നാണ്. ഈ റെസിഡന്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് ഉള്ളത് വിദേശത്ത് നിന്നുള്ള ഒരാള് അവരുടെ ജോലി നിർത്തി ഇന്ത്യയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ NRE സ്റ്റാറ്റസ് അവൻ നിർത്തി. വിദേശത്തുനിന്ന് അവന്റെ ജോലി മതിയാക്കി അവൻ നാട്ടിൽ വരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇങ്ങനെ തിരിച്ചു വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ USDയിലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഫോറിൻ കറൻസിയിലുള്ള ഏതെങ്കിലും FCNR പോലുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അവർക്ക് ആ കറൻസിയിൽ തന്നെ 3 കൊല്ലം വരേക്കും അത് നിലനിർത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് പേരാണ് RFC അക്കൗണ്ട്. അതായത് ആ FCNRനെ RFC ആക്കി മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ആ കറൻസിയിൽ തന്നെ ഈ അക്കൗണ്ട് ഇവിടെ നിലനിൽക്കും. അതാണ് RFC അക്കൗണ്ട്. മറ്റൊന്നുമില്ല, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. വിദേശത്ത് ഉണ്ടായിരുന്ന ഒരാള് അയാൾക്ക് എന്തെങ്കിലും ഈ ഫോറിൻ കറൻസിയിലുള്ള അക്കൗണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും 3 കൊല്ലത്തേക്ക് ആ അക്കൗണ്ട് ആ കറൻസിയിൽ നിലനിൽക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട്.
അത് 3 കൊല്ലം മാത്രമേ പറ്റൂ. 3 കൊല്ലം കഴിഞ്ഞേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ റെസിഡന്റ് ആക്കി മാറും. 3 കൊല്ലം വരെയേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു ടാക്സ് എടുക്കുകയല്ല. അയക്ക് ഈ NRE സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ്, അത് ഏതാണ്ട് 7 കൊല്ലം വരേക്ക് നിലനിർത്താവുന്ന ഒരു സ്റ്റാറ്റസാണ്. ആ സ്റ്റാറ്റസ് അയാൾ നിലനിർത്തിയിട്ടുള്ള ആളാണെങ്കിൽ അയക്ക് നോ TDS അല്ലെങ്കിൽ TDS പിടിക്കും. ഇത്രയേ ഉള്ളൂ RFC അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയുകയാണ്. ഫോറിൻ എക്സ്ചേഞ്ച്, ഔട്ട്വേർഡ് റെമിറ്റൻസ് എന്താന്ന് പറഞ്ഞു, ഇൻവേർഡ് റെമിറ്റൻസ് എന്താന്ന് പറഞ്ഞു, ഓക്കെ. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് എന്താന്ന് പറഞ്ഞു, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു, റീറ്റെയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മെക്കാനിസത്തിന് ഈ റേറ്റ് ഒക്കെ എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതിനുള്ള മെത്തേഡ് പറഞ്ഞു, ഓക്കെ. റോങ് റിപ്പോർട്ടിംഗ് വന്നാൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് പറഞ്ഞു. പിന്നെ NRE ഡെപ്പോസിറ്റിനെ പറ്റി പറഞ്ഞു, NRO ഡെപ്പോസിറ്റിനെ പറ്റി പറഞ്ഞു, FCNR ഡെപ്പോസിറ്റിനെ പറ്റി പറഞ്ഞു, ഓക്കെ. അക്കൗണ്ടിങ് ഓഫ് FCNR എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇതിന്റെ കമ്പയറബിൾ റേറ്റ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു, RFC അക്കൗണ്ടിങ്, ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ചോദിക്കാം. എനിക്കറിയാവുന്നത് വെച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പറയാവുന്ന ഫീഡ്ബാക്ക് എല്ലാം ഇതിനെപ്പറ്റി പറയാം. ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. പിന്നെ പുതിയ പുതിയ അറിവുകൾ, അതായത് എന്നെ സംബന്ധിച്ച് പിന്നെ ബാങ്കിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു പിന്നെ ഒരു നേട്ടമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. അപ്പൊ ഇത്തരം കണ്ട അറിവുകൾ സാറിൽ നിന്നും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം കണ്ട ക്ലാസ്സുകൾ ഇനിയും വേണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഓക്കെ, അടുത്ത ആഴ്ച ഹൗസിംഗ് ലോണിനെ പറ്റിയാ സാറേ ഞാൻ ക്ലാസ്. ഹൗസിംഗ് ലോൺ അല്ലേ സാർ? ഓക്കെ, ഹൗസിംഗ്. ഇനി നമ്മൾ 6 പേരേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെ പറയാ സാർ. 5 പേരുണ്ട്, 5 പേരേ ഉള്ളൂ. 5 പേരേ ഉള്ളൂ അല്ലേ? സാർ താങ്ക് യു സാർ, വളരെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഓക്കെ സാർ. ഇനി ഒരു ജോർജ് സാറോടെ. ജോർജ് സാറേ, ജോർജ് സാർ ബാങ്കിൽ ഇപ്പോൾ ഉള്ള ആളാ, ഫെഡറൽ ബാങ്കിലുള്ള ഒരാളാണ്. അവർക്ക് ഇത് കുറച്ച് അറിയാതിരിക്കും. ജോർജ് സാറേ, ഫെഡറൽ ബാങ്ക് സാർ? ഫെഡറൽ ബാങ്ക്. ജോർജ് സാർ ആണെന്ന് തോന്നുന്നു. ജോർജ് ഫോട്ടോ ഒന്നും കാണുന്നില്ല, ഉണ്ട് അതിനകത്ത്. ആർക്ക് എന്തെങ്കിലും പറയാം? വീഡിയോ ഓൺ ചെയ്ത് കാണുന്നില്ലല്ലോ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ല, അതിനകത്ത് കാണുന്നുണ്ട് ഒരാൾ. ഒരു ശ്രീകുമാർ ഉണ്ട്. സാറേ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ശ്രീകുമാർ സാർ ഉണ്ടല്ലോ. ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാം, അല്ലെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തേക്കാം. ജോസ് സാർ ഉണ്ടെന്നോ? ജോർജ് സാർ. ജോർജ് സാറേ, ജോസ് സാറേ ക്ലാസ് കേട്ടായിരുന്നോ? അൺമ്യൂട്ട് ചെയ്യണം സാറേ. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യണം. ജോർജ് സാർ മ്യൂട്ടാണ്. സാറേ ആക്ച്വലി ഈ ഫോറക്സ് NRI അക്കൗണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫോറക്സ് ബിസിനസ് അക്കൗണ്ട് അങ്ങനെയുള്ള രീതിയെ കുറിച്ച് എന്തെങ്കിലും സാറ് പ്രതിപാദിച്ചായിരുന്നോ? പറഞ്ഞായിരുന്നു സാറേ. അതിന്റെ അക്കൗണ്ടിങ് രീതികൾ എങ്ങനെയാണ്, ഇവർ റേറ്റ് എങ്ങനെ കണക്കാക്കുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, ഒരാള് ഫോറക്സ് അക്കൗണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിവിറ്റി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കംപ്ലൈന്റ് ചെയ്തിരിക്കണം? അതിനെ പറ്റി പറഞ്ഞില്ല സാർ. അതൊരു നല്ലതായിരിക്കും അങ്ങനെ ഒരു ക്ലാസ്. ഫണ്ട് പുറത്തോട്ട് അയക്കുന്നതിന്റെ റെഗുലേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്, ഇൻവേർഡ് ക്രെഡിറ്റ് വരുന്നതിനുള്ള ഫോർമാലിറ്റീസ്, ഔട്ട്സൈഡ് ക്രെഡിറ്റ് പോകുന്നതിന്റെ ഫോർമാലിറ്റീസ്. ഇപ്പൊ ഔട്ട്വേർഡ് ഫണ്ട് റെമിറ്റൻസ് ഭയങ്കര കോമൺ ആണ്. പല ആൾക്കാരും യൂറോപ്യൻ സെറ്റിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പോകുന്നുണ്ട്.
സാറേ വിദേശത്തേക്ക് ഫണ്ട് അയക്കുന്നതിന് 10 ലക്ഷം വരെയുള്ള തുകയ്ക്ക് അയക്കുന്നതിന് ഒരു നോമും ഇല്ല സാറേ. എത്ര ഒരു നോ മറ്റോൾ. A2 ഫോം മാത്രം തന്നാൽ മതി അല്ലേ? ഓൺലി ആപ്ലിക്കേഷൻ ഇൻ ഫോം A2. അത് സാധാരണ അയക്കാൻ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ആണെങ്കിൽ ഫോം A1. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കണ്ടീഷനും ഇല്ല. അതിന് ശേഷമുള്ളതിന് ഇവരുടെ RBIയുടെ പെർമിഷനും ഒക്കെ വേണം. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് കൂടുതൽ തുക വരുന്നേ. അത്രേ ഉള്ളൂ. ഇതിൽ കൂടെ സാധാരണക്കാർക്കൊക്കെ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതിന് വലിയ ഫോർമാലിറ്റികൾ വേറെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം വളരെ ഫ്രീ ആണ്. ലിബറലൈസ്ഡ് സ്കീംസ് ആണ് ഇപ്പോൾ. ലിബറലൈസ്ഡ് ആണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫൈനാൻസ് പൊളിഞ്ഞു പോകാനുള്ള കാരണം അവരുടെ ആ ഫണ്ട് എടുത്ത് അദ്ദേഹത്തിന്റെ മരുമക്കള് ഫോറക്സിൽ മറൈൻ ബിസിനസ് ചെയ്തു എന്നാണ് പറയുന്നത്. മറൈൻ ആക്ടിവിറ്റിയില് ബിസിനസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അത് അവർക്ക് ഫോറക്സ് പൊളിവ് കാരണം ഭയങ്കര നഷ്ടം ഉണ്ടായത് കൊണ്ടാണ് ആ ബിസിനസ്സും ഇത്ര ആൾക്കാരുടെ നിക്ഷേപം പൊളിഞ്ഞു പോകാൻ കാരണം. വാസ്തവത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് നല്ല ലാഭം ഉണ്ടാക്കുന്നതൊക്കെയാണെങ്കിൽ അതുപോലെ തന്നെ റിസ്കിയാണ്. കാരണം അവിടെ ചെന്ന പാർട്ടി ഡെലിവറി എടുത്തില്ല എന്ത് ചെയ്യാൻ പറ്റും? അതുണ്ട്. പാർട്ടി ഡെലിവറി എടുക്കാത്ത സംഭവങ്ങള്. ഉദാഹരണത്തിന് അബാദ് എന്റെ മുതലാളി ഒരിക്കൽ പറഞ്ഞതാണ്, അവരുടെ ഒരു ഷിപ്പേൽ അവരുടെ സാധനം അവിടെ ചെന്നിരിക്കുകയാണ് യൂറോപ്പില്. പക്ഷെ ആന്ധ്രയിലെ നമ്മുടെ ഈ ചെമ്മീൻ പ്രോൺ കൾട്ടിവേഷന്റെ അവിടെ ആളുകള് ജാക്കറ്റ് ഒന്നും ഇടാതെയാണ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. വെള്ളത്തിനകത്ത് ചുമ്മാ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ഇറങ്ങിയല്ലേ നമ്മുടെ സാധാരണ ആൾക്കാർ മീനെ അവിടെ. അപ്പൊ അതിന്റെ ആ മനുഷ്യന്റെ ഹ്യൂമൻ ഇത് അതിന്റെ അകത്ത് അതിന്റെ ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് ഇന്ത്യയിൽ നിന്നുള്ള സാധനം അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ അവര് സ്യൂട്ടൊക്കെ ഇട്ടാ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കപ്പലിൽ ഈ സാധനം ചെന്നിട്ട് കരക്കടിക്കാൻ സമ്മതിക്കുന്നില്ല. കടലിൽ കിടന്നിട്ട് അത് ഫ്രീസർ വർക്ക് ചെയ്യണം. വേറെ കാര്യമുണ്ട്, ഇന്ത്യൻ ഓഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കടലിൽ തള്ളാം, അതിന് ചോദിക്കുകയില്ല. യൂറോപ്യൻസിന്റെ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനം കടലിൽ തള്ളാൻ പോലും പറ്റില്ല, വിവരം അറിയും. അവര് കടലിൽ തള്ളാൻ സമ്മതിക്കില്ല. വിവരം അറിയും, പോരുകയില്ല, കപ്പല് പോരുകയില്ല. നമ്മുടെ ഇവിടെ എന്ത് വേണേലും തട്ടാം. മറ്റു രാജ്യക്കാരന്റെ ഈ വേസ്റ്റ് വരെ നമ്മുടെ കടലല്ലേ കൊണ്ടുപോയി തട്ടുന്നത്. ഏതായാലും നല്ലൊരു ഇതാണ്. കുറച്ചും കൂടെ ആ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് ആളുകളൊക്കെ താല്പര്യമുള്ളവർ കാണും. ഇനിയുള്ള കാലത്ത് അത് ആ ഭാഗം ഞാൻ ടച്ച് ചെയ്തിട്ടില്ല സാർ. ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും കവർ ചെയ്തില്ല. കാരണം നമ്മുടെ ഇതിനകത്ത് ആകെ 5-8 പേരേ ഉള്ളൂ. അതൊന്നും ചെയ്യുന്നവരാരും ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും എടുക്കണം എന്ന് വിചാരിച്ചു. സാർ 22 പേരുള്ളൂ എന്നുള്ളതല്ല, യൂട്യൂബിൽ വരുന്നത് കൊണ്ട് വളരെയധികം ആൾക്കാർക്ക് കാണാൻ. ഇപ്പൊ ഒരാൾ പറയുകയാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, നാച്ചുറലി മറ്റുള്ളവർക്കും കൂടെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ഓപ്പണിംഗ് ആണ്. അപ്പൊ ഇതൊരു വലിയൊരു എഫേർട്ടാണ് വാസ്തവത്തിൽ. ഇത്രയും വലിയൊരു കാര്യം വളരെയധികം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അല്ല എന്തെല്ലാം കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ഒരു ശ്രീകുമാർ സാർ കൂടി ഉണ്ട്. സാർ എന്തെങ്കിലും പറയാനുണ്ടെ പറയാ. ശ്രീകുമാർ സാർ. സാറേ ഞാൻ 8 മണിക്ക് ഒരു ഇതുണ്ടെന്ന് കേൾക്കാൻ വേണ്ടി കയറിയതാണ് സാറേ. മറ്റേ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലായിരുന്നു. ഞാൻ 8 മണിക്ക് NLPയുടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ വന്ന് കയറിയതാണ്. അത് മറ്റേതിലാ സാറേ, ഇതിലല്ലേ? ഇതിലല്ല, SDP പ്രോഗ്രാമാ, പോസിറ്റീവ് കമ്മ്യൂണിറ്റി. ഇതിലല്ല. അല്ല എന്നാ സോറി സാറേ, ഞാൻ അങ്ങോട്ട് കയറിക്കോളാം. അതിനകത്ത് കയറിക്കോ. അവിടെ ഉണ്ട്, NLP ഉണ്ട്, 8 മണിക്കുണ്ട്. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ സാർ. അപ്പൊ വേണുഗോപാൽ സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാറിന്റെ NLP. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. ശരി, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.